എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നേക്ക് ഞാൻ കൊണ്ടുവന്നത് കിയ സെൽറ്റോസ് ആട്ടോ. അടിമുടി മാറ്റിയിട്ടാണ് ഈ ഒരു വണ്ടി ഇപ്പൊ പുതിയതായിട്ട് ഇറക്കിയത്. ലെവൽ 2 അഡാസ് സെൻസേഴ്സ് എല്ലാം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻഫോടൈൻമെന്റ് ഡിസ്പ്ലേ, അതായത് 12.3ന്റെ ഒരു ഇൻഫോടൈൻമെന്റ് ഡിസ്പ്ലേ, അതായത് ടച്ച് സ്ക്രീനോടെ നമുക്കിത് ബേസ് മോഡലിൽ തരുന്ന ഒരു വണ്ടി കൂടിയാട്ടോ കിയ സെൽറ്റോസ്. പിന്നെ അതേപോലെ തന്നെ 12.3ന്റെ തന്നെ ഒരു നല്ലൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബേസ് മോഡലിൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ഈ ഒരു വണ്ടി നോക്കുകയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷനും പിന്നെ അതേപോലെ വണ്ടിന്റെ സൈസിലും വിത്തിലും എല്ലാത്തിലും നല്ല രീതിയിൽ ചേഞ്ച് കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കിയ സെൽറ്റോസിൽ കേട്ടോ. പഴയ സെൽറ്റോസ് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം മാറ്റിയിട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് നല്ല രീതിക്ക് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മിഡ് സൈസ് എസ് യു വിയില് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള മിഡ് സൈസ് എസ് യുടെ ഡിമാൻഡ് അത് നല്ല രീതിക്ക് പഠിച്ചിട്ടാണ് കിയ എന്ന ബ്രാൻഡ് മിഡ് സൈസ് എസ് യു വികൾ പുറത്തിറക്കാൻ തുടങ്ങിയത്. നല്ലൊരു സെയിൽസും സെൽറ്റോസിന് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഹ്യുണ്ടായി അവരുടെ ഒരു സബ് ബ്രാൻഡാണ് കിയ പറയുന്നത്. അപ്പൊ നമുക്ക് വേഗം ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് കിടക്കാം. തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഗ്രില്ലാട്ടോ, അതായത് പഴയൊരു ഗ്രില്ല് മാറ്റിയിട്ട് പുതിയൊരു ഗ്രില്ലോട്ട് ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്രില്ല് എന്ന് പറയുമ്പോൾ ടൈഗർ നോസ് ഗ്രിൽ എന്നാണ് ഈ ഒരു കിയ ഈ ഒരു ഗ്രില്ലിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് DRLs കാര്യങ്ങളെല്ലാം ഈ ഒരു ഷേപ്പിലാട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. DRLs കാര്യങ്ങളെല്ലാം ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൽ തന്നെ ഇന്റഗ്രേറ്റ് ആയിട്ടുള്ള ഒരു DRLs കാര്യങ്ങളെല്ലാം ഉള്ളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യൂബ് LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സും ആട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഗ്രില്ലിനോടൊപ്പം തന്നെ ചേർന്നിട്ടുള്ള ഒരു ഹെഡ് ലാംപ്സ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ DRLs കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു 3 സ്ട്രിപ്പായിട്ട് ഒരു DRLs കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബമ്പർ സെക്ഷനിലോട്ട് പോകുമ്പോൾ ബാർബൽ ഇൻസ്പയർഡ് അത്ലറ്റിക് ബമ്പർ. കിയ എല്ലാത്തിനും ഓരോ വെറൈറ്റി നെയിമാട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്രില്ലിനായാലും ബമ്പേഴ്സിനായാലും പിന്നെ പലതിനും അവരുടേതായ ശൈലിയിൽ അവർ ഓരോരോ നെയിംസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈൻസ് എല്ലാം നമുക്ക് കാണാം. പിന്നെ അതേപോലെ ലെവൽ 2, ഞാൻ പറഞ്ഞ പോലെ ലെവൽ 2 അഡാസ് സെൻസേഴ്സ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഫോഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു റൗണ്ടിൽ നമുക്കൊരു ഡിസൈനും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഫുള്ളി ടോട്ടലി അടിമുടി മാറ്റിയ ഒരു ഡിസൈൻ ആട്ടെ. കിയ സെൽറ്റോസിന് നല്ല രീതിയിൽ വീൽ ബേസ് ഹൈറ്റും നല്ല രീതിക്ക് തന്നെ മാറ്റിയിട്ടുള്ള ഒരു ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് കിയ സെൽറ്റോസ് എന്ന് പറയുന്നത്. പിന്നെ ക്ലാഡിങ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് പിയാനോ ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാഡിങ്സ് കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു 18 ഇഞ്ച് വീൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെക്ഫസൺ സ്ട്രക്ചർ സസ്പെൻഷൻസ്, ആ ഒരു ഡിസൈനിൽ വരുന്ന സസ്പെൻഷൻസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒബ്സ്റ്റക്കിൾസ് എല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യണ ഒരു സസ്പെൻഷൻസും കൂടിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സൈഡിലോട്ട് വരുമ്പോൾ തന്നെ അതേപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു വീൽ ബേസിലോട്ട് വരുമ്പോൾ 2690, അതായത് 90 mm വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ വീൽ ബേസ് ഇട്ട്. ഒരു ടെയിൽ ലൈറ്റിനും കിയ വിളിക്കുന്നത് സ്റ്റിക്കിംഗ് സ്റ്റാർ മാപ്പ് LED കണക്ടിങ് ടെയിൽ ലാമ്പ് എന്നാണ് ഈ ഒരു ടെയിൽ ലാമ്പിനെ വിളിക്കുന്നത്. അതായത് ഈ ഒരു ടെയിൽ ലാമ്പ് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പീസ് ആയിട്ട് പിന്നെ നേരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് സെക്ഷൻ കൂടിയാണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയർ വ്യൂ ക്യാമറ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിയയുടെ ഒരു ബാജിങ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു സ്പോയിലേഴ്സ് ആണ്. ഈ ഒരു സ്പോയിലേഴ്സ് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്പോയിലേഴ്സ് കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അമ്മാരി ഡിസൈൻ കാര്യങ്ങളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്പോർട്ടി, ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ടതിനെക്കാട്ടി ബാക്കിൽ നിന്ന് ഈ ഒരു കാർ കാണാൻ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു കാർ തന്നെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വൈപ്പേഴ്സ് നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട്, അതായത് ഹിഡൻ ആയിട്ടുള്ള ഒരു വൈപ്പേഴ്സ് ആണ് ഇത്. കണ്ടോ, ഈ ഒരു ഭാഗത്തോട്ടാണ് വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഇതിലാണ് നമുക്ക് ഹിഡൻ ആക്കിയിട്ടാണ് ഇതിൽ വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പുറകിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സെൽറ്റോസിന്റെ ഒരു ബാജിങ് കോഡ് ഉണ്ട്. പിന്നെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്ടേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്ത് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഡിസൈൻ, അതായത് ഫോഗ് ലൈറ്റിന്റെ ഡിസൈൻ നമുക്ക് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഡിസൈൻ തന്നെ ബാക്കിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ. ഇതിന്റെ ബാക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഹൈഡ്രോളിക് ആട്ടോ, സിംഗിൾ ടച്ചിൽ തന്നെ നമുക്ക് ഇത് നേരെ ബൂട്ട് ടെയിൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്ന, നമുക്ക് അധികം പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സിംഗിളിൽ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ വേറെ വണ്ടിയിൽ കണ്ടുവരിക്കുന്ന പോലെ ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടണം. ഓക്കെ. പിന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 447 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് വരുന്നത്. അതായത് വലിയ വലിയ ബാഗ്സ് കാര്യങ്ങളെല്ലാം നല്ല വിശാലമായിട്ട് തന്നെ ഇതിൽ കൊള്ളുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സ്പെയർ വീലും പാടെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്പെയർ വീലിന്റെ സൈഡ് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അതിലും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലഗേജസ് എല്ലാം ചെറിയ ബാഗ്സ് കാര്യങ്ങളെല്ലാം കുത്തി നിറയ്ക്കാൻ പറ്റുന്നതാണ്.
അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബൂട്ട് സ്പേസ് തരുന്നുണ്ട് ഈ ഒരു വണ്ടി. പിന്നെ അതേപോലെ ഫോൾഡബിൾ ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ചെറിയൊരു സ്പീക്കർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡായിട്ട് ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൂട്ടിന്റെ ഒരു ബൂട്ട് ലൈറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ ചാർജസ് കാര്യങ്ങളൊന്നും വരുന്നില്ല, ജസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എഫേർട്ട്, അതായത് ഈ ഒരു ഇത് അടയ്ക്കാൻ വലിയ എഫേർട്ട് കാര്യങ്ങളൊന്നും ഇടണ്ട കേട്ടോ. ജസ്റ്റ് ഒരു സിംഗിൾ ടച്ചിൽ തന്നെ ഈ ഒരു ബാക്കത്തെ ടെയിൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. നമുക്കിനി സൈഡിലോട്ട് പോവുക. സൈഡിലോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ സൺഷെയ്ഡ്സ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൺഷെയ്ഡ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിനിമൽ ആയിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളായിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഡോർ ഗ്ലാസ് ഓപ്പണും ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചസ് മാത്രമേ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഡോർ ഓപ്പണിന്റെ ഒരു ലിവറും പാടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്സ് കാര്യങ്ങളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. പിന്നെ നമുക്ക് റീഡിംഗ് ലൈറ്റ് ഇവിടെ കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ സൈഡ്, അതായത് ഹെഡിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല നല്ല രീതിക്കുള്ള ഹെഡ് സ്പേസ്, ഒരു അത്യാവശ്യം 5.5 ഉള്ള ഒരു ആളാണ്. അപ്പൊ എനിക്കുള്ള ഹെഡ് സ്പേസ് നല്ല രീതിക്ക് തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള ഹെഡ് സ്പേസും ഉണ്ട്. പിന്നെ അതേപോലെ ലെഗ് സ്പേസും നല്ല രീതിക്കുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല കാല് കുറച്ച് നിവർത്തിയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ഈ ഒരു ഇതിൽ. തടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കംഫർട്ട്, എനിക്ക് ഏത് കാറായാലും നല്ല രീതിയിൽ കംഫർട്ട് ആയിരിക്കും. കുറച്ച് നല്ല വെയിറ്റും തടിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ട് പറഞ്ഞാൽ, എന്നാലും ആൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കംഫർട്ടായിട്ട് കുറച്ച് അധിക ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ഹാൻഡ് റെസ്റ്റ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഇപ്പം തൽക്കാലം നമുക്ക് ആവശ്യമില്ല. പിന്നെ ചെറിയൊരു സീറ്റ് സെൻറ്ററായിട്ട് നമുക്ക് പ്രൊവൈഡ്, 5 സീറ്റർ ആയതുകൊണ്ട് ചെറിയൊരു സീറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് സീറ്റിലോട്ട് വരാം കേട്ടോ. ഫ്രണ്ട് സീറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് മെമ്മറി ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഒരു സീറ്റ് കാര്യങ്ങളാണ്, വെന്റിലേറ്റർ സീറ്റ്സ് കാര്യങ്ങളാണ് കേട്ടോ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് 2 മെമ്മറി ഫംഗ്ഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബട്ടണും പിന്നെ ഇതൊരു ബട്ടണാണ്. അങ്ങനെ 2 മെമ്മറി ഫംഗ്ഷൻസ് ആണ് ഈ ഒരു സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റിന്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇതിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് 3 ടൈപ്പിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ കോഴ്സ് എല്ലാം കൺട്രോൾ എല്ലാം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് മിറേഴ്സിന്റെ സ്വിച്ചസും പിന്നെ അതേപോലെ സൈഡ് ഗ്ലാസിന്റെ സ്വിച്ചസ് എല്ലാം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ആംബിയൻസ് ലൈറ്റ് പോലെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് ഒരു ലൈറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു സ്റ്റിയറിംഗിലോട്ട് വരുമ്പോൾ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡ്രൈവ് മോഡ്, ക്ലസ്റ്റർ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് മോഡും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെൻട്രലിലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് 2 ഡുവൽ ടോൺ സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഒരു ബീച്ച് കളറും നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറും ഒരു ലെതർ ബ്ലാക്ക് കളറും നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഈ ഒരു 12.3 നമുക്ക് ടച്ച് സ്ക്രീനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കിയ സെൽറ്റോസിലെ ബേസ് മോഡലിൽ തന്നെ നമുക്ക് 2 ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. അതായത് സെയിം ഡിസ്പ്ലേ ആയിട്ടായിരുന്നു ബേസ് മോഡലും നമുക്ക് വരുന്നത്. അതായത് 12.3 ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും 12.3 ഒരു ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേയും നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട സ്വിച്ചസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സെൻട്രലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്വിച്ചസിലോട്ട് വരുമ്പോൾ നമുക്ക് ഹോമിലോട്ട് വരുന്ന ബട്ടൺ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ മാപ്പിലോട്ട് വരുന്ന ബട്ടൺ, പിന്നെ സെർച്ച് ബട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ മീഡിയ, അതായത് ഇവിടെ വരുന്ന ബട്ടൺസ് കാര്യങ്ങളെല്ലാം, അതായത് ഇതിൽ തന്നെ ടച്ച് കൺട്രോളും ഉണ്ട്, മീഡിയയിലോട്ട് വരുന്ന കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വോളിയമിന്റെ കൺട്രോൾ, ഇത് സ്വിച്ച് അല്ല കേട്ടോ, ഇതാണ് ഈ ഒരു ഇതിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. പിന്നെ സെറ്റപ്സിൻ്റെത്, പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ, മോഡ്സ്, സെലക്ഷൻസ്, ബട്ടൺസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫാനിന്റെ കൺട്രോൾസ് ഇവിടെയാണ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചറിന്റെ കൺട്രോൾ നമുക്ക് ഇതിലാണ് തന്നിരിക്കുന്നത്. സെൻട്രലിൽ ഒരു AC കാര്യങ്ങളെല്ലാം, AC വെൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ടൈപ്പ് സി ചാർജിങ് പോർട്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു കപ്പ് ഹോൾഡിംഗ്, ഒരു സ്റ്റോറേജ് ബോക്സ് കൂടെ നമുക്ക് സൈഡിലോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ
അതും കൂടാത്തതിന് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ബോക്സ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു 12 വോൾട്ടിന്റെ ഒരു പവർ സോഴ്സും പാടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ്, അതായത് സ്റ്റിയറിംഗിന്റെ അതേ കളറിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്ത്, ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്സ് ആട്ടോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവ് മോഡ് സെലക്ഷൻസ് എല്ലാം, ഗിയർ ലിവേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു രീതിക്കാണ് തന്നിരിക്കുന്നത്. കുറച്ച് എന്താ പറയാ, ഒരു ഔട്ട്ഡേറ്റഡ് ആയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗിയർ ലിവേഴ്സും ഭയങ്കര, ഇവിടെ നല്ല സ്പേസ്, ഞാൻ ഉദ്ദേശിച്ച് പറയുമ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല രീതിക്കുള്ള സ്പേസ് ഉണ്ട്, കൺജസ്റ്റഡ് ആക്കിയിട്ടില്ല, നല്ല ഒതുക്കത്തിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗിയർ ലിവർ ഈ ഒരു രീതിക്കാണ് തന്നിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആട്ടോ ഹോൾഡ്, പിന്നെ പാർക്കിംഗ് അലേർട്സ് കാര്യങ്ങളെല്ലാം, പിന്നെ പാർക്കിംഗ് റിയർ വ്യൂ ക്യാമറന്റെ സ്വിച്ചസ് എല്ലാം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതില് വന്നിരിക്കുന്നത് 8 സ്പീക്കേഴ്സ് ആട്ടോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ബോസിന്റെ തന്നെ 8 സ്പീക്കേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് സ്റ്റോറേജും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് സ്റ്റോറേജും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പെനോറമിക് സൺറൂഫിന്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആട്ടോ വന്നിരിക്കുന്നത്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ടും പുറകോട്ടുള്ള സ്വിച്ച് ഗിയേഴ്സ് ആണ് കേട്ടോ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഇത് ഫ്രണ്ടിലോട്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ടുള്ള സപ്പോർട്ട് സ്വിച്ചസ് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സപ്പോർട്ടും, ഇത് ടോപ്പിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൺട്രോൾ ആവാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഇത് കൺട്രോൾ ആവാൻ തുടങ്ങി. അതായത് മേലോട്ടും താഴോട്ടുള്ള സപ്പോർട്ട്. പിന്നെ അതേപോലെ നമുക്ക് ബാക്കിലോട്ട് ചായാനുള്ളതും സപ്പോർട്ട്സ് കാര്യങ്ങളും. പിന്നെ ലെമ്പേർഡ് സപ്പോർട്ട് പറഞ്ഞ ഒന്നുണ്ട്, നമുക്ക് ബാക്കിൽ നിന്ന് അത് പുഷ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ വാരിയലിൻ്റെ അവിടേക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വിച്ചസിന്റെ ഇതാണ്. അതായത് അതിന് കൺട്രോൾ ചെയ്യാനുള്ള ലെമ്പേർഡ് സപ്പോർട്ട് എന്ന് പറയും. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിലത്തെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇവിടെയായിട്ട് ആ ഈ ഒരു ലിവർ നമുക്ക് ഇവിടെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഇവിടെയായിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ ലൈറ്റിന്റെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം 3 സ്റ്റെപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0, 1, 2, 3 അങ്ങനെ 3 സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് 3 വേ അഡ്ജസ്റ്റബിൾ ഹെഡ്ലൈറ്റ്സിന്റെ ബീംസ് കാര്യങ്ങളെല്ലാം, പിന്നെ അതേപോലെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചസും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹാൻഡ് ബ്രേക്കിന്റെ ഒരു സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പറയുമ്പോൾ ഈ നടുവിലത്തെ സ്വിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ ഹിൽസ് ഒക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ അധിക നേരം ബ്രേക്ക് ചവിട്ടിയിട്ടാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഫീച്ചർ കിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർ സ്പീഡിൽ സെറ്റ് ചെയ്യുകയാണ് പറഞ്ഞാൽ ആ ഇറക്കത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത സ്പീഡിൽ ഇറങ്ങി വരുന്ന ഒരു ഫീച്ചറും പാടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീച്ചറും പാടെ കിയ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വണ്ടി കറന്റ്ലി ഓൺ ആണ്. നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മിറർ നമ്മൾക്ക് അനുസരിച്ച് അവിടെ സെറ്റ് ആയിട്ടോ. അതായത് നമ്മളുടെ ഒരു ലെവലിനനുസരിച്ച് ആ ഒരു ബാക്ക് വ്യൂ നമ്മൾ ഇനി ഇങ്ങനെ ഇവിടെ കൊടുത്ത് കൺട്രോൾ ചെയ്യണമെന്ന് ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു മെമ്മറി ഫംഗ്ഷനിൽ അത് പോയി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് കറക്റ്റ് ആയിട്ട് മിറർ പോയി സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ നമ്മളുടെ ഒരു ലെവലിൽ ആ മിറർ പോയി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആ ഒരു ലെവലില് അത് പോയി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മിററിലോട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷൻസും ഇവിടെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എമർജൻസിയുടെ SOS എമർജൻസി സ്വിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റൻസിനുള്ള ഒരു സ്വിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിയ കണക്ട്, അതായത് ഞാൻ കാണിച്ചുതരാം മൊബൈൽ ആപ്ലിക്കേഷനിൽ കിയ കണക്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അതിനുള്ള ഒരു സ്വിച്ചും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻസേഴ്സ് കാര്യങ്ങൾ ഓട്ടോ ഡിമ്മിന്റെ സെൻസേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ AC ആൻഡ് ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ, അതായത്
കോ ഡ്രൈവർക്കും ഡ്രൈവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള AC കൺട്രോൾസ് ആണ് കിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഡ്രൈവർക്ക് വേണ്ട ഒരു ടെമ്പറേച്ചർ ആയിരിക്കില്ല കോ ഡ്രൈവർക്ക് വേണ്ടത്. അതായത് അവർക്ക് വേറെ ടെമ്പറേച്ചർ, അവർക്ക് വലിയ മൂവ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കണം. അപ്പൊ അവർക്ക് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണ്ടത്. ചിലവർക്ക് അധികം ടെമ്പറേച്ചർ വേണം, ചിലവർക്ക് ടെമ്പറേച്ചറേ പാടില്ല. ഇപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാണെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചില സമയത്ത് റൂമിൽ പോലും AC ഇടാണ്ട് ഇരിക്കണ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ചുട്ടുപഴുക്കണതായിരിക്കും, എന്നാലും നമ്മൾ എ സി ഇടത്തില്ല, ഫാനും ഇടത്തില്ല, ചുമ്മാ ഇടിയിരിക്കും. അപ്പൊ പിള്ളേരൊക്കെ ഒന്ന് പറയാറുണ്ട്, ഇവൻ പാലക്കാട് ജനിച്ചുകൊണ്ട് അഗ്നിദേവനാന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ചിലർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതൊരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് കോ ഡ്രൈവർക്കും ഡ്രൈവർക്കും ഡിഫറെന്റില് നമുക്ക് AC ഫാനും AC ടെമ്പറേച്ചറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഫങ്ഷൻസും പാടെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള പാനൽസ് കാര്യങ്ങളും ഇത് പറയുന്നത് ടച്ച് സ്ക്രീനിൽ തന്നെ വരുന്ന കേട്ടോ. അതായത് ഇതിൽ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ആയിട്ട് കൺട്രോൾ ചെയ്യാം. മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഇവിടെ 2 ഡിസ്പ്ലേ ഉള്ള 3 ഡിസ്പ്ലേ ആണ് ഉള്ളത്. അത് AC ക്ലൈമറ്റ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ലെവലാട്ടോ ഇവര് തന്നെ. ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ നടുവിലും തന്നിട്ടുണ്ട്. പിന്നെ സെഗ്മെന്റിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റും പാടെ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ബെസ്റ്റ് എന്ന് തന്നെ പറയണം, അത്രയ്ക്ക് നല്ലൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹണികോമിന്റെ ഒരു ഡിസൈൻസ് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് ഉള്ളില് ഭയങ്കര ഫ്രീ ആയിട്ടാണ് നമുക്ക് എങ്ങനെയൊക്കെ വെച്ചിരിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ തല കുറച്ച് ഉള്ളിലോട്ട് പോയി അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ്, നല്ല നല്ല ലെവലായിട്ടുള്ള ഒരു റിലാക്സിങ് ആയിട്ട്, ഹെഡൊക്കെ നല്ല റിലാക്സിങ് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു സ്പോഞ്ചിന്റെ ഉള്ളിൽ പോണ പോലെയാണ് നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് ഫീൽ ആവുന്നത്. പിന്നെ ഒരു ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് C-ടൈപ്പ് ചാർജിങ് പോർട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സീറ്റിലായിട്ട് ചാർജിങ് പോർട്ട്, ബാക്കിലിരിക്കുന്ന ആൾക്ക് ചാർജിങ് പോർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജറിന് വേണ്ടിയിട്ട് 15 വാട്ടിന്റെ വയർലെസ് ചാർജറാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് 6 എയർ ബാഗ്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ബോണറ്റില് എഞ്ചിന്റെ സ്പെക്കിലോട്ട് പോകാം കേട്ടോ. കമോൺ. പിന്നെ ബോണറ്റിന്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബോണറ്റ്സ് കാര്യങ്ങളാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഡ്രോളിക് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് 1.5 ലിറ്ററിന്റെ 2 പെട്രോൾ എഞ്ചിൻസും പിന്നെ 1.5ന്റെ തന്നെ ഒരു ഡീസൽ എഞ്ചിൻസ് ആണ് നമുക്ക് കിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ടർബോ എഞ്ചിനും കൂടെ ഉണ്ട്. ടെർബോ എഞ്ചിനിൽ വന്നിട്ട് DCT, IMT അങ്ങനത്തെ 2 ഓപ്ഷൻസ് ആട്ടോ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 7 സ്പീഡ് ഗിയർ ബോക്സോടെ വരുന്ന ഒരു എഞ്ചിനും കൂടിയാണ് ഇത് കേട്ടോ. പിന്നെ അതേപോലെ ടെർബോയിലോട്ട് വരുമ്പോൾ നമുക്ക് 160 PS പവറും 253 Nm ടോർക്കും ആട്ടോ ഈ ഒരു വണ്ടിയിൽ വരുന്നത്, അതായത് ടെർബോ എഞ്ചിനിലോട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അഡാസ് സെൻസറും പാടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സെൻസറും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സെൻസറും പാടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ മൊത്തം അഡാസ് സെൻസേഴ്സിൽ വന്നിട്ട് നമുക്ക് 21 ഫീച്ചേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡ്രൈവർക്ക് എത്രത്തോളം സേഫ്റ്റി കൊടുക്കാൻ പറ്റും അത്രത്തോളം സേഫ്റ്റി കൊടുത്തിട്ടാണ് നമ്മുടെ കിയ ഇതിൽ ഇറക്കിയിരിക്കുന്നത്. 21 അഡാസ് ഫീച്ചേഴ്സ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കോ ഡ്രൈവേഴ്സിന്റെ നമുക്ക് എയർ ബാഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പാടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. അതായത് കോ ഡ്രൈവറിന് നമുക്ക് കോ ഡ്രൈവർ ഇല്ലാണ്ടിരുന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്തിടുക, ഇല്ല പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ സേഫ്റ്റി, അതായത് നമ്മളുടെ സേഫ്റ്റി കുറച്ചുകൂടെ വേണമെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ അതിനെ ഓൺ ചെയ്ത് വിടാം. ഓക്കെ, ബെസ്റ്റ് കമ്പാരിസണിന് ഇപ്പോൾ പഴയൊരു സെൽറ്റോസും പുതിയൊരു സെൽറ്റോസും നല്ല രീതിയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് നമ്മുടെ പുതിയ സെൽറ്റോസ്, അതാണ് നമ്മുടെ പഴയ സെൽറ്റോസ് ഇട്ട. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിന്റെ വിഡ്ത്തും ലെങ്ത്ത് എല്ലാ രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇതിന്റെ ഈ ഒരു വീൽസ് നോക്കിക്കുക, അതിന്റെ ഒരു വീൽസ് നോക്കിക്കുക. പിന്നെ ഡിസൈനിൽ തന്നെ നല്ല രീതിയിൽ ചേഞ്ചസ്, നല്ല രീതിയിൽ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം നമ്മുടെ കീ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയിൽ. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ കുൻ കിയ മോട്ടോഴ്സിലാണ് ഇപ്പോൾ ഉള്ളത്, കറന്റ്ലി ഞാൻ ഉള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ഫ്രണ്ടില് റിസപ്ഷനും പിന്നെ അതേപോലെ ഇവരുടെ പുറകിൽ തന്നെ സർവീസ് സെന്ററിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ടോപ്പില് 2 നിലയായിട്ട് യാർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലോസ്ഡ് യാർഡ്സ് ആണ്, നമുക്ക് വണ്ടികളൊന്നും പുറത്തിട്ട് അതിനെ നശിപ്പിക്കുന്ന രീതിക്കല്ല, എല്ലാം ക്ലോസ്ഡ് ആയിട്ട് നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ.